നമസ്കാരം, എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ? ഈസി പീസി ആയിട്ടുള്ള മട്ടർ പനീർ. ഞാൻ ഇന്നലെ പനീറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ പനീർ ഉണ്ടാക്കുന്ന എങ്ങനെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പനീറിന്റെ ഏത് ഡിഷ് വേണമെങ്കിലും ട്രൈ ചെയ്യാൻ ധൈര്യമായിട്ട് വീട്ടിൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുക്കറിൽ ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ്. വയറ്റിലൊന്നുമില്ല. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയും വേണ്ട, നമുക്ക് ഇതിൽ വെളുത്തുള്ളിയും വേണ്ട. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് സവാളയും വെളുത്തുള്ളി ഇല്ലാത്ത റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംരംഭം, അതായത് OPOS എന്നാണ് ഇതിനെ പറയുക. അതായത് നമ്മളെല്ലാം കൂടി ഇങ്ങനത്തെ ഒരു പാത്രത്തിലിട്ട് അടച്ച്, അതായത് കുക്കറിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രത്തിലിട്ട് അടച്ച് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നതിനെയാണ് OPOS എന്ന് പറയുന്നത്. ആക്ച്വലി വൺ പോട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ പ്രചാരത്തിൽ വന്നത് മിസ്റ്റർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മൂലമാണ്. അദ്ദേഹം ഒരുപാട് റെസിപ്പീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ കാര്യം അറിയുന്നേക്കാൾ മുൻപ് തന്നെ നമ്മുടെ പൂരി ബാജിയുടെ റെസിപ്പി ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത്. അതിനുശേഷമാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം ഈ ജോലിക്ക് പോകുന്ന അമ്മമാർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതേസമയം ടേസ്റ്റ് ഒട്ടും തന്നെ നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് കുക്കറിൽ മട്ടർ പനീർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിൽ മട്ടർ പനീർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് പനീറാണ്. പനീർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഹോം മെയ്ഡ് പനീർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് 250 ഗ്രാം. അപ്പോൾ ഒരു ഗ്രാം കണക്ക് ഒരു ഏകദേശം കണക്കാണ് കേട്ടോ. ഏകദേശം ഇത്ര രീതിയിലുള്ള പനീർ എടുത്താൽ മതി. അല്പം കൂടിയാലോ അല്പം കുറഞ്ഞാലോ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന പനീറായിരുന്നു. അതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുൻപ് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു, കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു. അത് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, അതിന് തണുപ്പൊക്കെ മാറിയിട്ടുണ്ടാവും. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒട്ടും ഇല്ലാത്ത പനീറിൻ്റെ പീസസാണിത്. നമുക്കിത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പോളം ഫ്രോസൺ മട്ടറാണ്, അതായത് ഗ്രീൻ പീസ്. ഇപ്പോൾ ഫ്രോസൺ ആണ് ഏറ്റവും നല്ലത്, കാരണം ഈ ഒരു റെസിപ്പിക്ക് ഫ്രോസൺ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് അല്പം വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടറാണിത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മസാലകൾ വേണം. ആ എല്ലാ മസാലയും കൂടിയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് ഒരുമിച്ചിട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഹോം മെയ്ഡ് ഗരം മസാല 1/2 ടീസ്പൂൺ, ഹോം മെയ്ഡ് ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഗരം മസാല ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഇടാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരുപാട് മല്ലിപ്പൊടി വരാൻ പാടില്ല, 1/2 ടീസ്പൂൺ മാത്രമേ ഇടാൻ പാടുള്ളൂ. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകത്തിൻ്റെ പൊടി, അതായത് നല്ല ജീരകയില്ലേ, ക്യുമിൻ പൊടിച്ചത് 1/2 ടീസ്പൂൺ, വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി. കാരണം ഇതിലധികം എരിവില്ലാത്ത കറിയാണ്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. അപ്പം നല്ല മുളക് പൊടി 1/4 ടീസ്പൂണും കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂണും കേട്ടോ. ഇത്രയും പൊടികൾ ചേർത്തിട്ടില്ലേ, ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈവനായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇച്ചിരി ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ഇടാൻ മറക്കരുത്, അല്പം ഇട്ട് കൊടുക്കുക, ഒരുപാട് കൂടാൻ പാടില്ല. ഒരുപാട് കായത്തിൻ്റെ പൊടി കൂടിക്കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. ഇതിൽ ഞാനിപ്പോൾ 3 മീഡിയം ടൊമാറ്റോ, അതായത് അധികം പുളിയില്ലാത്ത അത്യാവശ്യം നല്ല പഴുത്ത 3 ടൊമാറ്റോ, അതിൻ്റെ കൂട്ടത്തിൽ കൂടെ 2 ചെറിയ പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇപ്പോൾ ഇഞ്ചിയുടെ കണക്ക് പറയുകയാണെങ്കിൽ അരിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, അത് 3ഉം കൂടിയിട്ട് നന്നായി അങ്ങ് അരച്ചെടുത്തു. അതിനുശേഷം അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇത് അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അവർ പറയും അമ്മ വായിൽ എന്തെങ്കിലും തടയണമെന്നൊക്കെ പറയുന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റാണിത്. അപ്പോൾ നമ്മൾ വെള്ളം ഇതിലൊട്ടും ചേർത്തിട്ടില്ല. 3 തക്കാളിയുടെ ആ ഒരു ചാറാണ് ഈ കാണുന്നത്. തക്കാളി, പച്ചമുളക്, ഇഞ്ചി നന്നായി അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. അപ്പോൾ കുക്കർ നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് വേണം കുക്കറിൻ്റെ വലിപ്പമൊക്കെ തീരുമാനിക്കാം. ഞാനിപ്പോൾ ഇതൊരു 4 ലിറ്റർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് കുക്കറിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഓക്കെ, അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഓയിൽ ഒഴിക്കുന്നത്. നിങ്ങൾ ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ ബട്ടർ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് ഒരു 7 ടേബിൾ സ്പൂണോളം വെള്ളമാണ്. വെള്ളം പിന്നെ നമ്മൾ ലാസ്റ്റ് ചേർക്കും. ഇപ്പോൾ തൽക്കാലം 7 ടേബിൾ സ്പൂൺ വെള്ളം മതി.
അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ഇതായിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോൻ്റെ പേസ്റ്റാണ്. അപ്പോൾ ടൊമാറ്റോൻ്റെ പേസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രോസൺ ആയിട്ടുള്ള നമ്മളെ മട്ടർ, പിന്നെ അതുപോലെ തന്നെ പനീർ ഇട്ട് കൊടുക്കുക. പനീറിൻ്റെ കഷ്ണങ്ങളുടെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇടാനാണ് ഇഷ്ടപ്പെടുന്നത്. അതേസമയം നിങ്ങൾക്ക് ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ വലിയ നീളത്തിൽ പനീർ കാണാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് താല്പര്യം അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളില്ലേ, അത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കസൂരി മെത്തിയാണ്. കുറച്ച് കസൂരി മേത്തി കയ്യിലെടുക്കുക. കസൂരി മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കിയതാണ്. അത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതിനെ കസൂരി മേത്തി എന്നാണ് പറയുക. അപ്പോൾ അത് നന്നായിട്ട് കയ്യിലിട്ടൊന്ന് ഞരടിയതിന് ശേഷം ഇട്ട് കൊടുക്കുക, കുറച്ച് മാത്രം. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയുടെ ഇല ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് അവസാനമായിട്ട് ചേർക്കേണ്ടത് എന്താ, ഉപ്പ് നമ്മൾക്കിപ്പോൾ തൽക്കാലം കുറച്ച് ചേർക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം. കുക്കർ ക്ലോസ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ. ഓക്കെ, 3 വിസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഈ കുക്കർ ചൂടില്ലാത്ത അടുപ്പിലോട്ട് മാറ്റി വെക്കുക. പിന്നെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരാൻ വെയിറ്റ് ചെയ്യുക. 3 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കാൻ പോവുകയാണേ. ഇനി നമുക്ക് ഇതിലത്തെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രഷർ കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എന്താ മണെന്നറിയാം. അപ്പോൾ എല്ലാം നല്ല കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഗ്രേവിയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ ഗ്രേവിക്ക് അധികം ലൂസ് ആവണ്ട എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണ്ട. അതേസമയം ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ എന്തായാലും ഇതിൽ ഞാൻ ഓൺ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. അഥവാ എന്തെങ്കിലും പച്ച സ്മെല്ല്, അതായത് ഈ മസാലകളുടെയൊക്കെ വല്ല പച്ചമണം മാറാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മാറിക്കോളും. അതിനുശേഷം നമുക്കിതിലേക്ക് ഒന്നില്ലെങ്കിൽ ക്രീം ഒഴിച്ച് കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ തൈര് ഒഴിച്ച് കൊടുക്കാം, അതുമല്ലെങ്കിൽ നമുക്ക് കാഷ്നട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പ് കാഷ്നട്ട് അരച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കളറൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് അതിൻ്റെ കളർ കണ്ടു, കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഈ കളർ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് മാത്രം മതി, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. എന്നിട്ട് നമുക്കിതങ്ങ് തിളപ്പിക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പ് കുറവാണ്, പുളിയൊക്കെ കറക്റ്റാണ്. അല്പം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കും. കാരണം ഇങ്ങനത്തെ ഗ്രേവി എന്നൊക്കെ പറഞ്ഞാൽ ഒരു അല്പം സ്വീറ്റ് ആയിട്ടിരിക്കണം, എന്നാലാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് മാത്രം ഞാനൊരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അത് പക്ഷേ അത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു അല്പം ഷുഗർ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഓപ്ഷനിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇനി കാഷ്യൂ അരച്ചത് ചേർക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഒന്നും ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലിരിക്കുന്ന സമയത്ത് തന്നെ എടുക്കാം കേട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഞാനിതിൽ ബട്ടർ ചേർത്തിട്ടില്ല, പക്ഷേ ഒരല്പം ഞാൻ ബട്ടർ ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകണം. അതിന് ബട്ടറിൻ്റെ ഒരു സ്മെല്ലില്ലാത്ത കാരണം നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടാത്ത പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഓയിലിന് പകരമായിട്ട് ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ബട്ടർ ഞാൻ എനിക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴും ഓവറായിട്ട് അങ്ങ് മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനീറൊക്കെ അങ്ങനെ ഉടഞ്ഞു പോകും. പനീറൊക്കെ ഇപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിൽ ഇരിക്കുകയാണ്. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ ക്രീം ഒഴിക്കുക, അതല്ലെങ്കിൽ തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുക, അതും അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 15 അണ്ടിപ്പരിപ്പ് അതിൽ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി അരച്ചെടുത്തിരിക്കുന്നതാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല റിച്ച് ആവുകയും ചെയ്യും, നല്ല ടേസ്റ്റ് വരികയും ചെയ്യും അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അതിനുശേഷം ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിലിടുക. 2 മിനിറ്റ് കുക്ക് ചെയ്യുക. ഈ അണ്ടിപ്പരിപ്പിൻ്റെ ആ റോ ടേസ്റ്റ് മാറാൻ വേണ്ടി മാത്രം ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു. ഞാൻ അവസാനമായിട്ട് ഇതിൻ്റെ ഒന്നും കൂടെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. അറിയാവാ, ഉപ്പ് ഇപ്പോഴും കുറവാണ് കേട്ടോ. സ്പൈസ് ലെവലും ഒക്കെ നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ടേസ്റ്റുകളും, അതായത് പഞ്ചസാര ഇടുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പനീർ ബട്ടർ മസാലയുടെ ഒക്കെ അനിയത്തിയൊക്കെ ആയിട്ട് വരും. നല്ല അവർ ബന്ധുക്കൾ തന്നെയാണ്. നമ്മൾ ഒരുപാട് ബട്ടർ ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈസി വെർഷനിൽ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഞാൻ ഇനിയിപ്പോൾ അവസാനമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കസൂരി മേത്തി അതിൻ്റെ മേലെ കൂടെ അങ്ങ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാൻ പോവുകയാണ്. നിർബന്ധമൊന്നുമില്ല. കസൂരി മെത്തി ഇല്ലെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിയുടെ ഇലയും കൂടെ അങ്ങ് വെതറി കൊടുക്കുക. പിന്നെ ഞാനിതിലെപ്പോഴും ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കുമ്പോൾ 2 പച്ചമുളക് അങ്ങ് കീറി ഇടാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇടണ്ട.
അതൊരു നല്ലൊരു ഫ്ലേവർ തരും. അങ്ങനെ പച്ചമുളക് മുകളിൽ കൂടെ അങ്ങ് കീറിയിടുന്നത്. ഇത്രേ ഉള്ളൂ പരിപാടി. നമുക്കിത് അടച്ച് വെക്കാം. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഫ്ലേവറൊക്കെ അങ്ങ് ഇറങ്ങിക്കോളും കറിയിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അവസാനമായിട്ട് എന്താ ഗ്രേവിയുടെ ആ റിച്ച്നെസ് നോക്കി, കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേവി, പിന്നെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ്. നിങ്ങൾക്ക് ഇപ്പോൾ തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇരുന്ന് തണുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് മാറും. അപ്പോൾ ഇത്രയെങ്കിലും ഒരു തിക്നെസ് നമ്മുടെ ഗ്രേവിക്ക് ഉണ്ടാവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മട്ടർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മട്ടറിന് പകരമായിട്ട് പൊട്ടറ്റോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പനീർ മാത്രം വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. മട്ടറും കൂടെ ഉള്ളതുകൊണ്ട് മട്ടർ പനീർ എന്ന് പറയണമെന്ന് മാത്രം. അടിപൊളിയുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എത്ര ഈസി പീസി ആയിട്ടുള്ള നമ്മുടെ മട്ടർ പനീർ. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നോക്കാം. എവിടെ ചെന്നാലും ആദ്യം വീണ കഴിച്ചു നോക്കിയിട്ട് വേണം എനിക്ക് കഴിക്കാൻ തുടങ്ങാം. അതിന് മധുരമുണ്ട്, കാണുമ്പോൾ അറിയാം. ഹണിയുണ്ട് അല്ലേ? രണ്ടാമത് ഇത്ര പെട്ടെന്ന് പോയെങ്കിൽ വലിയ കുഴപ്പമില്ല. നമ്മുടെ ഇതില്ലേ, എന്താ പറയാ, ബേസിൽ സീഡ്സ് ഇല്ലേ, തന്നെ വികാരമൊന്നുമില്ല കാര്യമായിട്ട്. ഹലോ, ഫ്രഷ് അല്ലേ? ലൈറ്റ് അല്ലേ? നാളികേരപ്പാലുള്ളത് ഇവിടെ നല്ല കഴിച്ചത് കോസ്റ്റാണ്. അങ്ങനത്തെ ദിവസമാണ് ഞാൻ കഴിച്ചിട്ടുണ്ട്.